ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 14-ാം അധ്യായമായ ഗുണത്രയ വിഭാഗ യോഗത്തിലെ 6 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 7-ാമത്തെ ശ്ലോകം നോക്കാം. രജോരാഗാത്മകം വിദ്ധി തൃഷ്ണാസംഗസമുദ്ഭവം തന്നിബധ്നാതി കൗന്ദേയ കർമ്മസംഗേന ദേഹിനം. കൗന്ദേയ, ഹേ കുന്തിപുത്ര, രജോ ഗുണം രാഗാത്മകം, രാഗത്തെ ജനിപ്പിക്കുന്നതും, തൃഷ്ണ സംഘ സമുദ്ഭവം, തൃഷ്ണയും സംഘവും ഉണ്ടാക്കുന്നതും ആകുന്നു. അത് ദേഹിനം, ദേഹിയെ, അതായത് ആത്മാവിനെ, ജീവാത്മാവിനെ കർമ്മസംഗേന, കർമ്മ ആസക്തിയോട്, ബധ്നാതി, ബന്ധിപ്പിക്കുന്നു. ഹേ കുന്തിപുത്ര, രജോ ഗുണം രാഗത്തെ ജനിപ്പിക്കുന്നതും തൃഷ്ണയും സംഘവും ഉണ്ടാക്കുന്നതുമാണ് എന്നറിയുക. അത് ജീവാത്മാവിനെ അഥവാ ദേഹിയെ കർമ്മ ആസക്തിയോട് ബന്ധിപ്പിക്കുന്നു. രജോ ഗുണത്തിൻ്റെ പ്രത്യേകതയാണ് പറയുന്നത്. ഹേ അർജുന, രജോ ഗുണം രാഗം ജനിപ്പിക്കുന്നതാണ്. രാഗമെന്നാൽ പ്രേമഭാവം, സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹം, ഇതൊക്കെയാണ്. രഞ്ജിപ്പിക്കുന്ന സ്വഭാവം, ഇതിനൊക്കെയാണ് രാഗം എന്ന് പറയുന്നത്. അപ്പോൾ രജോ ഗുണം രാഗം ജനിപ്പിക്കുന്നതാണ്. ലൗകിക വിഷയങ്ങളോടുള്ള ആഗ്രഹവും ആസക്തിയും ഉളവാക്കുന്നതാണ്. സംഘം എന്ന് പറഞ്ഞാൽ ഒട്ടിച്ചേരൽ, എൻ്റേത് എന്ന തോന്നൽ, ഇതിനാണ് സംഘം എന്ന് പറയുന്നത്. അങ്ങനെ ഈ രാഗവും സംഘവും തൃഷ്ണയും ജനിപ്പിക്കുന്ന ഗുണമാണ് രജോ ഗുണം എന്ന് പറയുന്നത്. അത് ജീവാത്മാവിനെ പ്രവൃത്തി നിരതനാക്കുകയും ഫലകാംക്ഷയോടെ കർമ്മങ്ങളിലേർപ്പെടാൻ പ്രേരിപ്പിക്കുകയും അതുവഴി ബദ്ധനാക്കുകയും ചെയ്യുന്നു. സ്ത്രീ പുരുഷ ശരീരങ്ങൾ തമ്മിലുള്ള ആകർഷണവും ആസക്തിയും രജോ ഗുണത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ ഗുണം വളരുമ്പോൾ ഭൗതിക സുഖങ്ങളിലുള്ള താൽപ്പര്യവും വളരുന്നു. ഇന്ദ്രിയ സുഖ ആസ്വാദനങ്ങളിൽ വീണ്ടും വീണ്ടും മുഴുകാനുള്ള ആസക്തി വർദ്ധിക്കുന്നു. ധാരാളം സമ്പത്ത്, സുഖസൗകര്യങ്ങൾ, അധികാരം, പദവി ഇവയെല്ലാം നേടണമെന്നുള്ള തൃഷ്ണ ഉണ്ടാവുകയും അതിനായി പ്രയത്നിക്കുകയും അവയെല്ലാം നേടുകയും ചെയ്യുന്നു. ഇതിനെല്ലാം കാരണം ഈ രജോ ഗുണം ആണ്. ഇപ്രകാരം ഫലേച്ഛയോടെ കർമ്മങ്ങളിൽ നിരതനാവുകയും അതിൽ ബന്ധിതനാവുകയും ചെയ്യുന്നു. അപ്പോൾ ജീവാത്മാവിനെ കർമ്മനിരതനാക്കുന്നത് രജോ ഗുണമാണ്. ആ കർമ്മങ്ങളിൽ നിരതനാവുകയും അതിനോട് ഒരു സംഘമുണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ ബന്ധിതനാവുകയും ചെയ്യുന്നു. ഭാര്യ, മക്കൾ, കുടുംബം, സമൂഹം ഇവരെയെല്ലാം സന്തോഷിപ്പിക്കുവാനും തൻ്റെ അന്തസ്സും പദവിയും പ്രൗഢിയും നിലനിർത്തുവാനുമായി ഒരുവന് നിരന്തര പ്രയത്നം ചെയ്യേണ്ടി വരുന്നു. ഇത് തന്നെയാണ് സംസാര ബന്ധനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രജോ ഗുണം ഉള്ളവന് മാത്രമേ ഇത്തരത്തിൽ പ്രയത്നിക്കുവാനും സാധ്യമാവുകയുള്ളൂ. ഇന്ന് ഭൗതിക ലോകം മുഴുവനും പ്രായേണ രജോ ഗുണബാധിതമാണ്. പൗരാണിക കാലങ്ങളിൽ സത്വഗുണപ്രധാനമായിരുന്നു ലോകം. അവർക്ക് ഒരുപാടങ്ങനെ ആഗ്രഹങ്ങളോ തൃഷ്ണകളോ ഉണ്ടായിരുന്നില്ല. ഒന്നിനോട് ഒരു വലിയ സംഘം ഉണ്ടായിരുന്നില്ല, ഒട്ടിച്ചേരൽ ഉണ്ടായിരുന്നില്ല.
എന്നാൽ ഇന്ന് പുരോഗമനം എന്നത് രജോ ഗുണപ്രധാനമാണ് എന്ന് കരുതിപ്പോരുന്നു. സത്വഗുണം പോലും സംസാര ബന്ധനത്തിന് കാരണമാകുന്നുവെങ്കിൽ രജോ ഗുണത്തിൻ്റെ കാര്യം പറയേണ്ടതില്ല. ശുദ്ധസ്വരൂപമായ ജീവാത്മാവ് എങ്ങനെയാണ് സംസാരചക്രത്തിൽ ബന്ധിതനാകുന്നത് എന്ന് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാം. ഇതിന് കാരണം ത്രിഗുണാത്മകമായ പ്രകൃതിയാണ്. ഈ 3 ഗുണവിശേഷങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതിയാണ് ജീവാത്മാവിനെ ഈ പ്രകൃതിയോട് ചേർത്ത് നിർത്തി അതിനെ ബന്ധനത്തിലാക്കുന്നത്. ഇതാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. രജോ ഗുണത്തിൻ്റെ പ്രത്യേകതയാണ് പറഞ്ഞത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.